നേരത്തെ പറഞ്ഞല്ലോ, നാളികേരത്തിന് വിലയുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, നാളികേരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. റബ്ബറിനാണെങ്കിൽ വില ഇടിവാണ്. റബ്ബറിന്റെ വിലയിൽ പല കാരണങ്ങളുമുണ്ട്. റബ്ബർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ അതോടനുബന്ധിച്ച് ഗ്യാസ് കരാറിന് അനുബന്ധമായിട്ടുള്ള എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ, അതിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥകളും എല്ലാം തന്നെ ഈ റബ്ബറിന്റെ വിലയിടിവിന് ഒരു കാരണമാണ്. പിന്നീട് കുരുമുളകിനാണെങ്കിൽ വിലയുണ്ട്. പക്ഷേ ആ വില എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് കണ്ടറിയണം. അതോടൊപ്പം തന്നെ പല കാർഷിക വിളകളുടെയും വില കൊക്കോ പോലുള്ളതാണെങ്കിൽ വളരെ കുറവാണ്. അതുപോലെ നെൽകൃഷിയാണെങ്കിൽ ലാഭകരമല്ല. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിന്റെ പ്രതിവിധികളെക്കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. പിന്നെ ആഗോളവൽക്കരണത്തിന്റെ ഫലമായി നമ്മൾ ഒപ്പുവെച്ച അനേകം കരാറുകളുണ്ടല്ലോ. ആ കരാറുകളും പല ഉഭയകക്ഷി കരാറുകളും എല്ലാം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്നവയുടെ ഇറക്കുമതി തീരുവ കുറച്ചു കൊണ്ടുവരണമെന്നുള്ളത് നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അത് കർഷകർ അതിനെതിരായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കണം. അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് കയറ്റുമതിക്ക് ഉള്ള സബ്സിഡി കുറച്ചു കൊണ്ടുവരണമെന്നുള്ളത് ലോകവ്യാപാര സംഘടനയുടെ ഒരു ആവശ്യമാണ്. അതും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരം പ്രശ്നങ്ങളും കൂടി ഇത്തരുണത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ നാളികേര കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളം വാസ്തവത്തിൽ നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നത് ഇപ്പോൾ അത് ഏകദേശം നമ്മൾ ആന്ധ്രാപ്രദേശും തമിഴ്നാടിനും കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ദുരവസ്ഥയ്ക്കും മാറ്റം വരണം. കേരളത്തിന്റെ തനതായ കൃഷി നാളികേര കൃഷിയാണെന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട നടപടികൾ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കത്തക്കവണ്ണമുള്ള സമരപരിപാടികൾ ഈ യോഗം ആസൂത്രണം ചെയ്യണം എന്നും കൂടി ഞാൻ ആവശ്യപ്പെടുന്നു. അത് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ ദിവാകരൻ MLA ക്ഷണിക്കുന്നു. സ്നേഹിതരെ, സഹാക്കളെ, ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ പരിപാടി സമ്മതിച്ചത്. പെട്ടെന്നെനിക്ക് പ്രദീപിൻ്റെ ഒരു ഫോൺ കാള്, പ്രദീപ് പറഞ്ഞ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഞാൻ അത് ആലോചിക്കേണ്ടതാണ്. ആലോചിക്കേണ്ട ഞാൻ ജോലിയമ്മയുടെ കൈ കൊടുക്കാൻ പോകണം. ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ജോലിയമ്മയോട് എനിക്ക് വരാൻ പറ്റുമെന്ന് ജോലിയമ്മയുടെ സ്വസിദ്ധമായ ശൈലി ചോദിക്കാൻ വരാൻ ഞാൻ ജോലിയമ്മ വിളിച്ചാൽ ഈ ലോകത്തെ ഏതറ്റം വരെ ഞാൻ വരുന്നതാണ്. എന്നാ എങ്ങനെ വാ എന്നാണ്. എനിക്കിവിടെ വന്നപ്പോൾ അരവിന്ദാക്ഷനെല്ലാം കണ്ടപ്പോൾ സുഖമാണ്. എല്ലാവരെയും കണ്ടപ്പോൾ ബന്ധുക്കളെല്ലാം വീണ്ടും വീണ്ടും കണ്ടുമുട്ടിയ വികാരപരമായ ഒരു അനുഭൂതിയാണ്. ഞങ്ങളെല്ലാം കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് ജോലിയമ്മ സിന്ദാബാദ്, TV തോമസ് സിന്ദാബാദ്, R സുധൻ സിന്ദാബാദ്, PT പുന്നൽ സിന്ദാബാദ്, MN ഗോവിന്ദൻ സിന്ദാബാദ് ഒക്കെ വിളിച്ചു വന്നതാണ്. കല മാർക്സിസമൊന്നും അന്ന് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവരെയൊക്കെ കുറിച്ചുള്ള
വിസ്മയകരമായ വാർത്തകൾ ഇങ്ങനെ കോളേജ് ക്യാമ്പസുകളിൽ നിറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ തലമുറയ്ക്ക് വലിയ ആവേശമാണ്. കാലം ഒരുപാട് ഒഴുകിപ്പോയി, വീണ്ടും അവരെല്ലാം അടുത്ത് നിൽക്കാൻ അവസരങ്ങൾ വരുന്നു എന്നുള്ളത്. അതിനാണ് ഞാൻ ഈ സെമിനാറിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നത്തെ അത്യന്തമാതൽക്കരമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഒരേ വേദിയിൽ എത്തുക, ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ട്, അനുഭവ സമ്പത്തുള്ള പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സദാചാര ബോധമുള്ള രാഷ്ട്രീയ സദാചാരം വിട്ടുപിരിയാതെ നിൽക്കുന്ന ആളുകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇവിടെ അസ്തമിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ഇന്നത്തെ ഒരാവശ്യം. ജനങ്ങൾ നിരാശരാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ കടുത്ത നിരാശയാണ്. നമ്മൾ ആഗ്രഹിച്ച വഴികളിലേക്കല്ല ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നു. ഗൗരിയമ്മയുടെ തലമുറയിൽപ്പെടുന്ന ആളുകൾ ആരംഭിച്ച സംഭവബഹുലമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ പോകുമ്പോൾ എല്ലാവരും എന്ത് സംഭവിച്ചു നമുക്ക് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ജനങ്ങൾക്ക് നിരാശ നൽകാതെ പ്രതീക്ഷ നൽകുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരണം. ആ സംരംഭങ്ങളുടെ ഒരു തുടക്കം കേരള പിറവി ദിനത്തിൽ തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞാൻ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് 57 ലോകപ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഗൗരിയമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ നവംബർ 1 വീണ്ടും നമ്മളിവിടെ ചേരുന്നത്. വളരെ ആകർഷകമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ആ മന്ത്രിസഭയിൽ ഇപ്പോൾ ഗൗരിയമ്മയും VR കൃഷ്ണനും മാത്രമാണ് അവശേഷിച്ചത്. അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ കാലത്തെയാണ് ആ അധ്യായം സൂചിപ്പിക്കുന്നത്. കാർഷിക മേഖല കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നത് 57 ഗവൺമെന്റാണ്. അതൊക്കെ വെറും തേങ്ങയുടെ വിലയും തൊണ്ടിന്റെ വിലയും കയറിന്റെ വിലയും മാത്രമല്ല, കേരളത്തിന്റെ കാർഷിക മേഖലയിൽ സമഗ്രവും സമ്പൂർണവുമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ആ മന്ത്രിസഭയാണ്. കാർഷിക പരിഷ്കാരമെന്ന് ഭൂപരിഷ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കാർഷിക രംഗത്തുള്ള പരിഷ്കാരമാണ്. ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ കാർഷിക പ്രശ്നങ്ങൾ കേൾക്കാൻ കഴിയും. അദ്ദേഹം ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷന്റെ ഏക കമ്മീഷന്റെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്മീഷനിൽ ഞാനും ചില അഭിപ്രായങ്ങൾ കൊടുത്തിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കൃഷ്ണൻകുട്ടിയുടെ റിപ്പോർട്ട് മുഴുവൻ ഞാൻ വായിച്ചത്. അത് ഈ 57 കാർഷിക രംഗത്തുള്ള സമഗ്രമായ ആ നടപടികളിൽ നിന്ന് അതിൻ്റെ ഒരു തനിയാവർത്തനമായി വീണ്ടും
കേരളത്തിൻ്റെ കാർഷിക മേഖലയിലേക്കുള്ള ഒരു പുതിയ കാൽവയ്പ്പാണ് കൃഷ്ണൻകുട്ടിയുടെ ആ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ കർഷകനല്ല, കാർഷിക രംഗത്ത് എനിക്ക് പരിചയമില്ല. ഞാൻ തൊഴിലാളി പ്രവർത്തകനായിരുന്നു. തൊഴിലാളി പ്രവർത്തന രംഗത്തുള്ള ഒരുപാട് അനുഭവങ്ങൾ, ആ വഴിയിൽ ഒരു കാർഷിക മേഖലയിൽ ബന്ധമുണ്ട്. കേരളം ഈ നേരത്തെ നമ്മുടെ പ്രൊഫസർ പറഞ്ഞതുപോലെ, ബീന പറഞ്ഞതുപോലെ, ഈ തെങ്ങിൻ്റെ പ്രശ്നം നാളികേര കൃഷിക്കാരുടെ പ്രശ്നമെന്നൊരു പ്രശ്നം ഇല്ല. അത് കേരളത്തിൻ്റെ പ്രശ്നമാണ്, കേരള സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ വിഷയങ്ങൾ മനസ്സിലാവാനും പ്രശ്നങ്ങൾ വേർതിരിച്ചെടുക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് നാളികേര കൃഷിക്കാർ, അടയ്ക്ക കൃഷിക്കാർ, നെൽ കൃഷിക്കാർ, നാണ്യ വിളകൾ, റബ്ബർ, അതുപോലെയുള്ള അതിൻ്റെ കൃഷി, ഇങ്ങനെ നമ്മൾ പറയുന്നത് അതിൻ്റെ ഓരോ മേഖലയിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ് കർഷകൻ നേരിടുന്നത്. നാളികേര കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുവർണകാലം കേരളത്തിൽ അസ്തമിച്ചിരിക്കുന്നു. ഇനി അത് പുനഃസംഘടിപ്പിക്കണം. പുനഃസംഘടിപ്പിക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം വേണം. കാലാകാലങ്ങളിൽ നയങ്ങൾ മാറുന്ന നിക്ഷിപ്ത താൽപര്യത്തിന് വേണ്ടി, അതായത് എങ്ങനെയും പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കൃഷി ഏതാണ് എന്ന് അന്വേഷിച്ച് അതിനുപദേശിക്കുന്നത് കാർഷിക രംഗത്തുള്ള ആത്മഹത്യ. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കി കൊക്കോ, അതിന്റെ കച്ചവടങ്ങൾ. പിന്നെ പറഞ്ഞു റബ്ബർ കുതിച്ചു കയറുന്നു, ഗോൾഡ് മൈനാണ്, റബ്ബർ വെച്ച് പിടിച്ചോളണം. റബ്ബറിന്റെ പ്രദേശത്ത് എന്താ, വെട്ടാൻ ആളില്ല, വെട്ടിക്കാൻ ആളില്ല, കറയെടുക്കാൻ ആളില്ല. വളരെ പെട്ടെന്ന് ലോക കമ്പോളത്തിന്റെ ഗതിവിഗതികൾ മാറുന്നു. പക്ഷെ നാളികേരത്തിന് ഒരു മാർക്കറ്റുണ്ട്, സ്റ്റേബിൾ മാർക്കറ്റ്. അത് ഒരിക്കലും തീരാൻ പോകുന്നതല്ല. അതിൽ നിന്ന് ബൈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ വലിയ കമ്പോളമുള്ളതാണ്. നമ്മൾ ഈ കേരളത്തിൽ ആ കാര്യത്തിൽ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ കേരളത്തിന്റെ കാർഷിക സർവകലാശാലയുടെ ഡോക്ടർ രാജു ഇവിടെയുണ്ട്. കേരളത്തിന്റെ കാർഷിക സർവകലാശാല വളരെ പഴക്കം ചെന്ന ഇന്ത്യയിലെ സർവകലാശാലകളിലൊന്നാണ്. ആ കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ സംഭാവനകൾ എന്താണ് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ എന്നുള്ള ചോദ്യം കൃഷിക്കാർ പലപ്പോഴും ചോദിക്കണം. ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു വിത്ത് കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, കേരളത്തിന്റെ കാർഷിക മേഖലയിലെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് അത് പരിപോഷിപ്പിച്ച നാശം വരാത്ത മേഖലകളിലെ കൃഷിക്കാരെ കൂട്ടിക്കൊണ്ടു പോകേണ്ട ബാധ്യതയുള്ള ശാസ്ത്രീയ അവബോധമുള്ളവർ ആയിരിക്കണം സർവകലാശാല. അങ്ങനെ വേണം കൃഷിക്കാരെ നയിക്കേണ്ടത്. അല്ല കുറെ അഗ്രികൾച്ചർ ഡിഗ്രിക്കാരെ പടച്ചുവിട്ടാൽ, ഗൗരിയമ്മ എത്രയോ നാള് കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. ഈ അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പണി എന്താണെന്ന് ഗൗരിയമ്മയ്ക്ക് അറിയാം. വി രാഘവന് അതുപോലെ കൈകാര്യം ചെയ്തതാണ്. അന്നേരം വളരെ ശക്തമായി ഇടപെട്ടതിന്റെ ഫലമായി കാർഷിക വകുപ്പും കൃഷിക്കാരും രക്ഷപ്പെട്ടുപോകുന്നു. പക്ഷെ ഇപ്പോഴോ ആരെങ്കിലും ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ കേരളത്തിലെ നാളികേര കൃഷിയെ പുനഃസംഘടിപ്പിക്കുന്നതിന് ഒരു മെഗാ പ്രോജക്ട്, വിപുലമായ ഒരു തുക, ഒരു 500,000 കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഷെയറിൽ ഈ കേരളത്തിലെ നാളികേര കർഷകരെ വിളിച്ചുണർത്തി
അവരെല്ലാം പ്രോത്സാഹനം കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ഇതിൽ നിങ്ങൾക്ക് വലിയ ഒരു നേട്ടമുണ്ടാകാൻ പോകുന്നെന്ന് അവർ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ കൃഷിക്കാരുമായി ആശയവിനിമയം നടത്താൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ ഭരണകൂടങ്ങൾ കഴിയുന്നില്ല. കൃഷിക്കാരവരുടെ വഴിപോട്ട് ചോദിക്കാൻ ആരുമില്ല, അവരുടെ ഉൽപ്പന്നത്തിന് വിലയില്ല, അവർക്ക് വായ്പയില്ല, അവരുടെ വായ്പ അടയ്ക്കാൻ താമസിച്ചാൽ എല്ലാം കണ്ടുകിട്ടും, അവൻ ആത്മഹത്യ ചെയ്യുന്നു. റിലയൻസിന്റെ അംബാനിയുടെ വായ്പ തിരിച്ചു ചോദിക്കാൻ ഇവിടെ ആളില്ല, കുത്തുകാരന്റെ വായ്പ വയ്ക്കാൻ ആളില്ല. ഇടത്തരം കൃഷിക്കാര് കുത്തുവാള എടുത്താൽ അവന്റെ വീട് വഴിയാധാരമായാലും അതാണ് ഗവൺമെന്റ് ഏറ്റവും ശക്തമായ നടപടി. എന്നിട്ട് പോലും കേരളത്തിൽ 36,000 കോടി രൂപ നികുതി ഇനത്തിൽ പിരിച്ചെടുക്കേണ്ടത് 13,000 കോടി രൂപ 11 മാസം കൊണ്ട് പിരിച്ചെടുത്തിരിക്കുന്ന മാണിയാണ് കേരളം ഭരിക്കുന്ന ധനകാര്യവും കൈകാര്യം ചെയ്തത്. ഞങ്ങൾ നിയമസഭയിൽ ആവർത്തി ചോദിച്ചു, മിസ്റ്റർ മാണി എന്താ നിങ്ങൾ നികുതി പിരിക്കാത്തത്? തരാത്തതാണോ? എൻഫോഴ്സ് ചെയ്യണ്ടേ? വാളയാറിലെന്താ നടക്കുന്നത്? വാളയാറിൽ കൂടി പോകുന്ന സ്ഥാപനങ്ങൾക്ക് വല്ല കൈ കണക്കുണ്ടോ? നികുതി കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ നികുതി പിരിച്ചെടുക്കുന്നതിന് പുതിയ നികുതി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനടുത്ത് നാളികേര കൃഷിക്കാരുടെ കാര്യം കൊണ്ടുപോയാൽ എന്ത് പറയാനാണ്? ഇപ്പൊ വികസന പ്രവർത്തനം മുഴുവൻ നിർത്തിവെച്ചിരിക്കുക. ഒറ്റ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലോ യാതൊരു കാര്യം നടക്കുന്നില്ല. 10 പൈസയില്ല. ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്ന കേരളത്തിന്റെ ദുസ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ശമ്പളം കൊടുക്കാനുള്ള ഒറ്റ കാര്യമാണുള്ളത്, വേറെ ഒറ്റ കാര്യം. പിന്നെ അപ്പന കീശയിലിടുക, അതിന്റെ കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പലതും നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. കൃഷിക്കാരനെ അവന്റെ കണ്ണീരൊപ്പാൻ, അവനെ കാണാൻ, അവനെ അന്വേഷിക്കാൻ, അവനുമായിട്ട് ഒരു സംവാദം നടത്താൻ, അവന്റെ പ്രശ്നങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ഒരാളായിരിക്കണം കേരളത്തിലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിമനോഹരമായ കേരളം, അതിനേക്കാൾ മനോഹരമായ കാലാവസ്ഥ, ഒന്നാന്തരം കൃഷിക്കാർ, നല്ല കമ്പോളം, എല്ലാ അനുകൂല സാഹചര്യത്തിലും എന്തുകൊണ്ട് നാളികേര കർഷകർക്ക് ഈ ഗതികേട് വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ സെമിനാറിൽ എനിക്ക് എൻ്റെ ഒരു ചെറിയ അഭിപ്രായമായി പറയാനുള്ളത്. ഇത് പുനഃസംഘടിപ്പിക്കാനുള്ള വലിയ ഒരു സ്കീമുമായി, പദ്ധതിയുമായി തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ ഗവൺമെന്റിനെയും ബന്ധപ്പെട്ട അധികാരികളെയും സമീപിക്കണം. നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ആ നിയമസഭയുടെ അകത്ത് ഇത് ശക്തമായി നിങ്ങളുടെ മെമ്മോറാണ്ടമോ ഡിമാൻഡുകളോ അവതരിപ്പിച്ചുകൊണ്ട് അവസരം വാങ്ങി അത് സഭയുടെ ആവശ്യത്തിൽ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ എന്നെ പങ്കാളിയാക്കാൻ കാണിച്ച വശാല മനസ്സുവയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങൾ എടുത്തത്. കേരളത്തിലെ നാളികേര കൃഷിക്കാർക്ക് കേരളവും തമ്മിലുള്ള ബന്ധത്തിൽ കേരളത്തിന്റെ പിറവിദിനത്തിൽ തന്നെ ഈ വിഷയം നിങ്ങൾ ഉന്നയിച്ചതിൽ അത്യധികമായ സന്തോഷമുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത് ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ കൃഷ്ണൻകുട്ടി XMLA അധ്യക്ഷൻ സ്ഥാനം അലങ്കരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാനായി ഡോക്ടർ PK രാജുവിനെ യോഗാധ്യക്ഷ വസന്തകുമാരി, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ C. ദിവാകരൻ,
JSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി KR ഗൗരിയമ്മ, വലിയ സാധ്യതയുള്ള കർഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, കേരളം നമുക്കെല്ലാം അറിയുന്നതുപോലെ വളരെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണ്, സമൃദ്ധമായി നമുക്ക് വർഷം തോറും ലഭിക്കുന്ന മഴ, മറ്റു ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം കൊണ്ടും വളരെ വിജയകരമായ രീതിയിൽ കൃഷി നടത്താവുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ തെങ്ങ് കൃഷി പോലെ തന്നെ ഈ തെങ്ങ് കൃഷിക്ക് ചുറ്റുപാടുമായി ഒരുപാട് കാർഷിക വിളകൾ, കുരുമുളക്, നെല്ല്, ജാതിക്ക, വാഴ, പച്ചക്കറികൾ, ഔഷധങ്ങൾ, അങ്ങനെ പറഞ്ഞു തീരാൻ ഒരുപാട് സമയമെടുക്കുന്നത്ര കാർഷിക വിളകൾ നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ഒരു കാലത്ത് നമ്മുടെ ജീവിത സുരക്ഷയെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമായിരുന്നു. കുറച്ച് 50 സെന്റോ 1 ഏക്കറയോ 2 ഏക്കറയോ കൃഷിയുണ്ടെങ്കിൽ ആ ഒരു വീട്ടുകാർക്ക് മറ്റു യാതൊരു വരുമാനങ്ങളും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഒരു 30-40 വർഷം മുമ്പ് വരെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് 10 ഏക്കറോ 15 ഏക്കറോ ഒക്കെ തെങ്ങ് കൃഷിയോ റബ്ബർ കൃഷിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു കുടുംബത്തിന്റെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇവയൊന്നും മതിയാകാത്ത ഒരു സാഹചര്യമാണ്. കാർഷിക സാങ്കേതിക വിദ്യ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പുതിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള ഒരുപാട് ഇനങ്ങൾ നമുക്ക് പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധത്തിനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ജീവിത നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജീവിത ചെലവുകൾക്കനുസരിച്ച് കാർഷിക വിളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നമുക്ക് പലപ്പോഴും വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കാറ്റുവീഴ്ച പോലെയുള്ള വേരുചീയൽ പോലെയുള്ള മാരകമായ പല രോഗങ്ങൾക്കും കൃത്യമായ പ്രതിവിധി കണ്ടെത്തുന്നതിന് നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും കേരകൃഷിയുടെ അല്ലെങ്കിൽ നാളികേര കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലകളും, ഒരുപക്ഷെ ഇടുക്കിയിലും വയനാടും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ജില്ലകളിലും ഏകദേശം ഒരുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് തെങ്ങ് കൃഷി. ഒരുപക്ഷെ കൂടുതലായി കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലൊക്കെ ആണെങ്കിലും ഒരുവിധം എല്ലാ ജില്ലകളിലും തന്നെ ഒരടിസ്ഥാന കാർഷിക വിളയായി നമുക്ക് തെങ്ങ് കൃഷിയെ കാണാൻ സാധിക്കും. ഇവിടെ സൂചിപ്പിച്ചു, തെങ്ങ് കൃഷിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി ബൃഹത്തായ ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഏകദേശം 18 കോടി തെങ്ങുകളുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ മിക്കവയും തന്നെ ഭൂരിഭാഗം തെങ്ങുകളും പ്രായം ചെന്നവയും അവയിൽ തന്നെ വലിയൊരു ഭാഗം രോഗങ്ങൾ ബാധിച്ച് ഉൽപാദനശേഷി കുറഞ്ഞ അവസ്ഥയിലുമാണുള്ളത്. ഒരു തെങ്ങിൽ നിന്ന് ശരാശരി നമുക്ക് ഒരു വർഷം 40 നാളികേരം മാത്രമാണ് കിട്ടുന്നത്. നേരെ മറിച്ച് ഒരു സാധാരണ പരിചരണം ലഭിക്കുന്ന ഒരു തെങ്ങിന് ഒരു വർഷം ചുരുങ്ങിയത് 100 നാളികേരമെങ്കിലും നമുക്ക് അനായാസം ലഭിക്കാൻ സാധിക്കും. ഓരോ വർഷം തോറും നമ്മൾ ഏറ്റവും നല്ല തെങ്ങ് കൃഷിക്കാരനെ തിരഞ്ഞെടുക്കാറുണ്ട്. കുറേ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നൊരു കാര്യമാണത്. അങ്ങനെ അവാർഡുകൾ കിട്ടുന്ന കർഷകർക്കൊക്കെ അവരുടെ കൃഷി രീതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർക്കൊക്കെ ഓരോ തെങ്ങിൽ നിന്നും 200-ഉം 250-ഉം ഒക്കെ നാളികേരം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കർഷകർക്ക് ഇന്നും സാമാന്യം നല്ല വിളവ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യാൻ നിർബന്ധിതമാവുന്ന
ഭൂരിഭാഗം വരുന്ന ഒരുപക്ഷെ 95% വരുന്ന സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കാർഷിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തുന്നതിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും തെങ്ങിനെ പോലെയുള്ള ഒരു വിള, ഒരു കുറഞ്ഞ വിളവ് തരുന്ന ഒരു തെങ്ങ് മുറിച്ചു മാറ്റി പകരം ഒരു അത്യുൽപാദന ശേഷിയുള്ള ഒരു തെങ്ങിൻ തൈ നടണമെങ്കിൽ ആ പ്രക്രിയ തന്നെ ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള പ്രത്യേകമായൊരു പദ്ധതി ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കുക എളുപ്പമല്ല. നേരത്തെ തുടങ്ങിവെച്ച ഒരു പദ്ധതിയായിരുന്നു, അതിനെക്കുറിച്ച് കൂടെ സൂചിപ്പിച്ചു. ഇടയ്ക്ക് വെച്ചത് മുടങ്ങിപ്പോയി. വീണ്ടും കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിലുള്ള ഒരു തെങ്ങ് കൃഷി പുനരുദ്ധാരണ പദ്ധതി എത്രയും വേഗം കേരളത്തിൽ കേന്ദ്രത്തിന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കേണ്ടത് തികച്ചും അത്യാവശ്യം തന്നെ. ഈ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് സാധാരണയായി ഇത്തരത്തിൽ കിട്ടുന്ന പുതിയ പദ്ധതികളൊക്കെ തന്നെ ഏതെങ്കിലും വിളയെ മാത്രം അടിസ്ഥാനമാക്കിയാണ്. ഒരുപക്ഷെ തെങ്ങ് കൃഷി പുനരുദ്ധാരണ പദ്ധതി, കുരുമുളക് കൃഷി പുനരുദ്ധാരണ പദ്ധതി എന്നിങ്ങനെ വിളകളെ അടിസ്ഥാനപ്പെടുത്തി. കേരളത്തിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ അനുവർത്തിക്കുന്നത് ഒരു പുരയിട കൃഷി രീതിയാണ്. ഒരു പുരയിടത്തിൽ തെങ്ങുണ്ടാവും, അതിന് വാഴ, മറ്റനേകം വിളകൾ, കവുങ്ങ്, മാവ്, കശുമാവ് അങ്ങനെ തുടങ്ങി അനേകം വിളകളും ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി ആട്, പശു, കോഴി തുടങ്ങിയിട്ടുള്ള വളർത്തു മൃഗങ്ങളും പച്ചക്കറി കൃഷി, ഈ ഒരു സമ്മിശ്ര കൃഷിരീതി അനുവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിളയെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പദ്ധതി പലപ്പോഴും നമുക്ക് ഉദ്ദേശിച്ച ഫലം ചെയ്യാറില്ല. ഒരു ചെറുകിട കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാർഷിക സർവകലാശാലയൊക്കെ ഊന്നൽ കൊടുക്കുന്നത് ആ ഓരോ കർഷകന്റെയും പുരയിടത്തെ അടിസ്ഥാന ഒരു യൂണിറ്റാക്കി എടുത്തുകൊണ്ട് ആ ഒരു പുരയിടത്തിന്റെ മൊത്തത്തിലുള്ള കാർഷിക വികസനത്തിന് വേണ്ടി ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം, അത് നടീൽ വസ്തുക്കളുടെ രൂപത്തിലും കൃഷി പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വളം, ജൈവവളം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ രൂപത്തിലും പിന്നെ അതിനുവേണ്ടി വരുന്ന ചെലവിലേക്ക് ഉള്ള ധനസഹായം എന്നീ വിധത്തിൽ മൊത്തത്തിൽ ഒരു പുരയിടത്തിന്റെ സമഗ്രമായ കാർഷിക വികസനത്തിന് ഉതകുന്ന തരത്തിൽ ഉള്ള ഒരു സമീപനമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സമീപനം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള പദ്ധതികൾ മിക്കപ്പോഴും വിളകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിളകളെ മാത്രമാണ് അത് പരിഗണിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ചെറിയ പുരയിടങ്ങളിൽ ഉദ്ദേശിച്ച ഫലം അതുകൊണ്ട് സാധിച്ചുവെന്നില്ല. പക്ഷെ എന്തുതന്നെയായാലും തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന്റെ പുനരുദ്ധാരണത്തെ ലാക്കാക്കി ഉള്ള ഒരു പദ്ധതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ മറ്റു പദ്ധതികളും ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഓരോ പുരയിടങ്ങളുടെയും സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു മാവിന്റെ ഒരു ഇനം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ആയിരക്കണക്കിന് ഗ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമില്ല. ആ ഓരോ ഗ്രാഫ്റ്റുകൾക്കും മാതൃസസ്യത്തിന്റെ അല്ലെങ്കിൽ മാതൃവൃക്ഷമായ മാവിന്റെ അതേ സ്വഭാവ ഗുണങ്ങൾ അത് കാണിക്കും. എന്നാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കൂടുതൽ തൈകൾ ഒരേ സമയം ഉണ്ടാക്കുന്ന സാങ്കേതിക ഗ്രാഫ്റ്റിങ്ങോ അതല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയോ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യുൽപാദന ശേഷിയുള്ള ഒരു തെങ്ങിനെ കണ്ടെത്തിയാലും അതിൽ നിന്ന് ഉണ്ടാകുന്ന തേങ്ങ വിത്തായി ഉപയോഗിച്ച് അടുത്ത തലമുറ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. നമുക്കറിയാം, ഒരു വർഷം ഒരു തെങ്ങിൽ നിന്ന് വളരെ നല്ല പരിചരണം കൊടുത്താൽ നമുക്ക് ലഭിക്കാവുന്ന വിത്ത് തേങ്ങ ഒരുപക്ഷെ 100 150 എണ്ണം മാത്രമായിരിക്കും. 18 കോടി തെങ്ങുകളെ ഒരു വലിയ ശതമാനം
മാറ്റി നടേണ്ട ഒരു സാഹചര്യത്തിൽ 100-150 നാളികേരം മാത്രം ലഭിക്കുന്ന ഏതാനും തെങ്ങുകൾ ഉണ്ടായതുകൊണ്ട് കേരളത്തിലെ നാളികേര തെങ്ങുകളെ ജനിതകമായി മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എലൈറ്റ് സീഡ് ഗാർഡൻ എന്ന് നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള തൈകൾ ഉപയോഗിച്ച് വിത്ത് തോട്ടങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കുന്ന വിത്ത് തൈകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ നമുക്ക് അടിയന്തരമായിട്ട് കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള പദ്ധതികളും ടെയും അഭാവം ഒരുപക്ഷെ നല്ല രീതിയിലുള്ള തെങ്ങുകൾ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് സാധാരണ തെങ്ങുകളിൽ നിന്ന് ഉൽപാദനശേഷി കൂടിയ തെങ്ങുകളിൽ നിന്ന് എടുക്കുന്ന വിത്ത് തൈകൾ ഉപയോഗിച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത്തരം തൈകൾ കൊണ്ട് മാത്രം കേരളത്തിന്റെ നാളികേര കൃഷിയുടെ പ്രതിസന്ധിയെ നമുക്ക് മുഴുവനായിട്ട് നേരിടാൻ സാധിച്ചു എന്ന് വരികയില്ല. ഈ പ്രത്യേക സാഹചര്യങ്ങളും കൂടിയൊക്കെ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ട് വേണം നമുക്ക് തെങ്ങ് കൃഷിയുടെ പ്രശ്നങ്ങളെ സമീപിക്കാനായിട്ട്. റബ്ബർ കൃഷിയിൽ വലിയൊരു മുന്നേറ്റം കേരളത്തിന് ഇടക്കാലത്ത് കൊണ്ടുവരാൻ സാധിച്ചത് RRIA 105 എന്ന ഒറ്റ ഇനം മാത്രം വളരെ വലിയ തോതിൽ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ റബ്ബർ ബോർഡിന് സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ഉൽപാദനം നല്ല നിലയ്ക്ക് നടത്താൻ സാധിക്കും, പക്ഷേ വിലയിടിഞ്ഞതുകൊണ്ടാണ് റബ്ബർ കർഷകർക്ക് പ്രയാസം അനുഭവിക്കുന്നത്. നേരെ മറിച്ച് നാളികേര കൃഷിയിൽ ഏകദേശം ആകർഷകമായ വില നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് ഉൽപാദനം ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ കായംകുളത്തുള്ള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിൽ ഈ കാറ്റുവീഴ്ച ബാധിച്ച പ്രദേശങ്ങളിലെ രോഗം ബാധിക്കാത്ത തെങ്ങുകളിലെ വിത്ത് തേങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന തൈകൾ സാമാന്യം നല്ല രീതിയിൽ ഈ പ്രദേശത്ത് വിളവ് നൽകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള തെങ്ങിൻ തൈകൾ ഉണ്ടാക്കുന്ന പദ്ധതി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണം പരിമിതമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിലും സാധിക്കുന്ന അത്ര കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളികേര കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെറിയ തോതിലാണെങ്കിലും നീര രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, ഈ നീരയുടെ വിപണനത്തിന് വേണ്ടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് നടത്തിയിരുന്ന സമയത്ത് പരമ്പരാഗതമായ കള്ളുചത്ത് വ്യവസായത്തിന്റെ പുനരുദ്ധാരണത്തിന് കൂടി വേണ്ടിയിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള കുറെ ചർച്ചകളും നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അതുകൂടെ കർഷകർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തെങ്ങ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് ചകിരിയും കയറും ഒക്കെ ആയിരുന്നു നമ്മുടെ കേരകൃഷിയെ നാളികേരത്തിന് പുറമെ സഹായിച്ചിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ തെങ്ങിൽ നിന്ന് ഉണ്ടാക്കാവുന്ന അനേകം വിഭവങ്ങൾക്ക് വലിയ വിപണി നമുക്ക് ഉണ്ട്. തെങ്ങിൽ നിന്ന് തന്നെ വളരെയധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പല സാങ്കേതിക വിദ്യകളും നിലവിലുണ്ട്. പക്ഷെ അത് നമുക്ക് കേരളത്തിൽ വേണ്ട പോലെ പ്രാവർത്തികമാക്കുന്നതിനാൽ കേരളത്തിൽ കൊണ്ടുവരുന്നതിനോ വേണ്ടത്ര വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള നല്ല ശ്രമങ്ങൾ കൂടി ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കർഷകരുടെ കൂട്ടായ്മയുടെ ഭാഗമായി തെങ്ങിന്റെ വലിയ തോതിലുള്ള പുനരുദ്ധാരണത്തിന് പദ്ധതിക്ക് വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ തെങ്ങ് കൃഷിയുടെ തെങ്ങ് കൃഷിയിൽ നിന്ന് കർഷകർക്ക് ഗുണകരമായി കിട്ടാവുന്ന മറ്റു ആദായത്തിന്റെ സാധ്യതകൾ കൂടി സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ തെങ്ങ് കൃഷി ചെയ്യുന്ന ആ കർഷകന്റെ പുരയിടത്തെ മൊത്തമായി കണ്ടുകൊണ്ട് അവിടുത്തെ ആവശ്യങ്ങൾ ആ കൃഷിയുടെ മാത്രമല്ല അതോടൊപ്പമുള്ള മറ്റു കൃഷികളുടെയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് കൊണ്ടു നടത്താവുന്ന പശു, ആട്, കോഴി തുടങ്ങിയിട്ടുള്ള സമ്മിശ്രമായ രീതിയിൽ ഒരു കാർഷിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള
നടപടികൾ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ കേര കർഷകരുടെ സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കാർഷികോൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ വിപണി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ന്യായമായ വില നേടിക്കൊടുക്കുന്നതിനുള്ള നല്ല ശ്രമങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കൂടുതൽ ഗുണം ചെയ്യും. ഇവിടെ സ്വാശ്രയ സംഘങ്ങളും മറ്റും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സൂചനയുണ്ടായി. ആ സ്വാശ്രയ സംഘങ്ങൾ വഴി ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിപണനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ടുള്ള ഒരു കാൽവെപ്പായിരിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കർഷക കൂട്ടായ്മയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സെമിനാറിൽ വിശദമായി കൃഷിയുടെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിനുള്ള സാഹചര്യം കുറവാണ്, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷമല്ല. കാർഷിക സർവകലാശാലയുടെ പല ഗവേഷണ കേന്ദ്രങ്ങളിലും ഒക്കെ ഇത്തരം കൃഷി സംബന്ധിച്ച ധാരാളം പരിശീലന പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ കാർഷിക മേഖലയിലെ അറിവുകൾ പരമാവധി വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരമൊരു ചടങ്ങിൽ എന്നെ ക്ഷണിക്കുകയും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈസ് ചാൻസലറാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് മറ്റു തിരക്കുകൾ കാരണം ഇവിടെ വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ടാണ് ഞാൻ വന്നത്. എങ്കിലും എനിക്ക് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ കേരളത്തിലെ കാർഷിക മേഖലയുടെ, പ്രത്യേകിച്ചും കേരകൃഷി മേഖലയുടെ സമഗ്രമായ ഒരു പുനരുദ്ധാരണത്തിന് ഈ യോഗത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചായ